കൃഷ്ണായനം 11. നാരദൻ്റെ ആഗമനം. കാലചക്രം കറങ്ങി. ഒരു വർഷം കടന്നു. ദേവകി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. വസുദേവർ കുഞ്ഞിന് കീർത്തിമാൻ എന്ന് നാമകരണം നടത്തി. പ്രസവം കഴിഞ്ഞതു മുതൽ ദേവകിയുടെ കണ്ണുകൾ തോർന്നിട്ടില്ല. ഓരോ നിമിഷം കഴിയുന്തോറും മകൻ്റെ മരണം അടുത്തു വരുന്നതായി അവൾക്ക് തോന്നി. വസുദേവർ അവളെ ആശ്വസിപ്പിച്ചു. ദേവകി, കരയരുത്. കാലമാണ് എല്ലാത്തിനും പരിഹാരം കാണേണ്ടത്. സത്യം തെറ്റിക്കുവാൻ പാടില്ല. എന്തും തെറ്റാം. സത്യമായ വാക്ക് മറിച്ചാകാൻ ഇടവരരുത്. പ്രസവിക്കുന്ന കുഞ്ഞിനെ കംസൻ്റെ കരത്തിലർപ്പിക്കാമെന്ന് ഞാൻ കരാറ് നൽകിയിട്ടാണ് നിന്റെ ജീവൻ രക്ഷിച്ചത്. വാക്ക് മാറുന്നവൻ ശവത്തേക്കാൾ കഷ്ടമാണ്. നാളെ പ്രഭാതത്തിൽ കുഞ്ഞുമായി ഞാൻ മധുരയ്ക്ക് പോകും. എനിക്ക് വേദനയില്ലെന്നാണോ നീ കരുതുന്നത്? ദേവകി, ഇത് പരീക്ഷണമാണ്. ഈശ്വരൻ നമ്മെ കൈവിടുകയില്ല. വസുദേവരുടെ വാക്കുകൾ അഗ്നിയിൽ എണ്ണ ചൊരിഞ്ഞു. ദേവകി കരയുക തന്നെ ചെയ്തു. ഒരമ്മയ്ക്കും സഹിക്കുവാൻ കഴിയുന്നതല്ലല്ലോ ദേവകി അനുഭവിക്കുന്ന ദുഃഖം. ഗർഭം ധരിച്ചത് മുതൽ അവൾ വേദന തിന്നുകയാണ്. കൊല്ലുവാൻ വേണ്ടി ഏതമ്മയാണ് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് നൽകുന്നത്? അവൾ മകൻ്റെ മുഖത്ത് നോക്കിയിരുന്നു. അവൻ താരാട്ട് കേട്ട് ഉറങ്ങിയിരിക്കുന്നു. കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ദേവകിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അതിൽ അഗ്നിതുള്ളികളായി നിന്ന ബാഷ്പബിന്ദുക്കൾ അടർന്ന് കുഞ്ഞിൻ്റെ ചുണ്ടിൽ വീണു. അമ്മിഞ്ഞ പാൽ പോലെ അവൻ അത് നുണച്ചിറക്കി. ആ രാത്രിയും കഴിഞ്ഞു. ആരും ഉറങ്ങിയില്ല. ദേവകിയുടെ അമർത്തിയ രോദനം അഗ്നിപർവ്വതം മനസ്സിൽ സൃഷ്ടിച്ചുവെങ്കിലും എല്ലാം തൻ്റെടത്തോടെ ഒതുക്കി വസുദേവർ മധുരയ്ക്ക് തിരിച്ചു. വ്രജഭൂമിയിലെ ജനങ്ങൾ നിറകണ്ണുകളോടെ നിന്നു. വസുദേവർ മധുരയിലെത്തി. സിംഹാസനത്തിൽ ആഹ്ലാദചിത്തനായിരിക്കുന്ന കംസന്റെ പാദത്തിൽ പട്ടിൽ പൊതിഞ്ഞ കുഞ്ഞിനെ സാദരം കിടത്തി. കഠിനമായ ഒരു നിശബ്ദത സഭയിൽ പരന്നു. വസുദേവരുടെ സത്യസന്ധതയിൽ കംസന് ആദരവ് തോന്നി. കംസൻ പറഞ്ഞു, ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളുടെ സത്യനിഷ്ഠയെ ബഹുമാനിക്കുന്നു. ഈ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളൂ. ഇവനിൽ നിന്നും എനിക്ക് ഭയമുണ്ടാവുകയില്ല. അശരീരി അനുസരിച്ച് 8ാമത്തെ സന്താനത്തെ ഞാൻ ഹനിച്ചാൽ മതിയല്ലോ. അവനല്ലേ എൻ്റെ കാലൻ? അത് ശരിയാണ്. പക്ഷേ ഞാൻ സത്യം പാലിക്കേണ്ടവനാണ്. ബാക്കി രാജാവിൻ്റെ ഇഷ്ടം പോലെ. വസുദേവർ ആഹ്ലാദ ബാഷ്പത്തോടെ മകനെ മാറിൽ ചേർത്ത് ത്വരിതഗതിയിൽ വ്രജഭൂമിയിലേക്ക് മടങ്ങി. കാറ്റിൻ്റെ വേഗത്തിൽ ഈ വാർത്ത മധുരയിലും യമുനയുടെ തീരത്തിലും പരന്നു. ഗോപാല പെൺകൊടിമാർ അകിടിൽ മുട്ടി പാല് കറക്കുന്നതിനിടയിലും യമുനയുടെ ചുറ്റോളത്തിൽ കഴുത്തിനൊപ്പം നിന്ന് കുളിക്കുന്നതിനിടയിലും ഈ വാർത്ത കൈമാറി. കംസനെ എല്ലാവരും ബഹുമാനിച്ചു. വാർത്തയറിഞ്ഞ ദൈത്യരാജനും സന്തോഷിച്ചു. ഓരോ ദിവസം കഴിയുന്തോറും കംസൻ ശക്തനാവുകയായിരുന്നു. ഉഗ്രസേനൻ അപ്പോഴും തടവിലാണ്. ഭർത്താവിനെ കാണുവാൻ ഭാര്യയെപ്പോലും അനുവദിച്ചിരുന്നില്ല. നാരദ മഹർഷിയിൽ നിന്ന് സത്യമറിഞ്ഞ കംസൻ ഉഗ്രസേനനെ ഒരു ശത്രുവായി തന്നെ കണ്ടു. അമ്മയെയും അയാൾ ബഹുമാനിച്ചില്ല. കൊട്ടാരം ഒരു തടങ്കൽ പാളയം തന്നെയായിരുന്നു അവർക്കും. നല്ലവനായിരുന്നു ഉഗ്രസേനൻ. തൻ്റെ വിധിയിൽ സ്വയം വേദനിച്ച് അദ്ദേഹം നിമിഷങ്ങൾ തള്ളി നീക്കി. എന്നാൽ കംസന്റെ മാതാവോ? കംസന്റെ എല്ലാ കർമ്മത്തിനും കാരണം താനാണല്ലോ എന്നോർത്ത് ആ സാധ്വി വേദനിച്ചു. കഠിനമായ ദുഃഖത്തിൽ അവർ നേർത്തു വന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. ഒരു നാൾ നാരദ മഹർഷി മധുരയിലേക്ക് എഴുന്നള്ളി. നാരദൻ എത്തിയതറിഞ്ഞ് കംസൻ മഹർഷിയെ എതിരേറ്റ് സൽക്കരിച്ചു. കുശല പ്രശ്നങ്ങൾ നടത്തി. നാരദൻ പറഞ്ഞു, കംസ, ചില നല്ല കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ഇപ്പോൾ വന്നത്. നീ മനസ്സിരുത്തി കാര്യങ്ങൾ ധരിക്കണം. നീ കരുതിയിരിക്കേണ്ട കാലമാണ്. നിന്റെ ഉയർച്ചയിൽ പലർക്കും അസൂയയുണ്ട്, പ്രത്യേകിച്ച് ദേവന്മാർക്ക്. നീ ഐരാവതത്തെ തകർത്തു, വജ്രായുധം മുടിച്ചു. ആരു സഹിക്കും ഇതൊക്കെ? അതുകൊണ്ട് എങ്ങനെയും നിന്നെ നശിപ്പിക്കുന്നതിന് അവർ കരുക്കൾ നീക്കും. അശരീരി കള്ളമാവുകയില്ല. ഇനി രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാലും സ്ഥിതി നിനക്ക് പ്രതികൂലമാണ്. വൃഷ്ണികൾ അധികാരമോഹികളാണ്. വസുദേവർ ഈ ലക്ഷ്യം വച്ചാണ് അയാളുടെ സഹോദരിമാരെ പ്രലംബ വംശങ്ങളിൽ അയച്ചത്. ഇവിടെ നിന്റെ സഹോദരിയെ കല്യാണം കഴിച്ചതും ആ ലക്ഷ്യം വെച്ച് തന്നെയാണ്. നിന്റെ കാര്യം പറഞ്ഞാൽ
ഈ കാലത്ത് ധർമ്മത്തിൽ നിന്ന് നീയും വഴുതിമാറി പിതാവിനെ കാരാഗൃഹത്തിലാക്കി. യഥാർത്ഥ അച്ഛനല്ലെങ്കിലും പിതൃതുല്യനാണ് ഉഗ്രസേനൻ. നിന്റെ അമ്മ ആദി കൊണ്ട് നീറുന്നു. അസുരനായാണ് നീ പ്രഖ്യാതനായിരിക്കുന്നത്. നിന്റെ കൂട്ടുകാരും അത്തരക്കാർ തന്നെ. സജ്ജനങ്ങളെ ബഹുമാനിക്കുന്നതിലും നീ പുറകോട്ട് പോയിരിക്കുന്നു. കംസ, മറ്റൊരു സത്യം കൂടി നിന്നെ അറിയിക്കാം. നീ അത് മനസ്സിലാക്കണം. ശക്തനായ ഒരുവന്റെ പുനർജന്മമാണ് നീ. ആ ശക്തിയും മഹത്വവുമാണ് നിന്നിൽ തുടിക്കുന്നത്. പാലാഴി മഥനത്തിന് ശേഷം നടന്ന ദേവാസുര യുദ്ധത്തിൽ കാലനേമി എന്ന ദൈത്യരാജൻ മഹാവിഷ്ണുവിൻ്റെ ചക്രമേറ്റ് മരിച്ചു. എന്നാൽ ശുക്രാചാര്യൻ മൃതസഞ്ജീവനി കൊണ്ട് അവനെ ജീവിപ്പിച്ചു. വിഷ്ണുവുമായുള്ള വൈര്യം കാലനേമിക്ക് കെട്ടടങ്ങിയില്ല. എങ്ങനെയും ദേവപ്രഭുവിനെ നശിപ്പിക്കണമെന്ന് കാലനേമി കരുതി. ആ ചിന്ത ഉള്ളിൽ ആഗ്രഹമാക്കിക്കൊണ്ട് ഭാഗീരഥിയുടെ തീരത്ത് പെരുവിരൽ മാത്രം നിലത്തൂന്നി യോഗനിഷ്ഠയിൽ ദൈത്യരാജൻ തപസ് അനുഷ്ഠിച്ചു. കറുകനീര് മാത്രം കുടിച്ചു. മന്ദര പർവ്വതത്തിന് താഴെ തപോനിഷ്ഠയിൽ വർത്തിക്കുന്ന കാലനേമിയുടെ ചര്യ കഠിനമായിരുന്നു. 100 ദിവ്യവത്സരങ്ങൾ കഴിഞ്ഞു. അസ്ഥിശേഷനായ കാലനേമിക്ക് മുൻപിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി വരം നൽകുവാൻ ഒരുങ്ങി. കാലനേമി പറഞ്ഞു, വിഷ്ണുവോ വിഷ്ണു വംശജരോ എന്നെ വധിക്കരുത്. നാൻമുഖൻ അരുളി, നിന്റെ വാക്ക് പൂർണ്ണമാക്കുവാൻ ഏറെ ബുദ്ധിമുട്ടാണ്, എങ്കിലും വരം തരുന്നു. അടുത്ത ജന്മത്തിൽ നീ കംസനായി അന്ധക വംശത്തിൽ ജനിക്കും. വിരാട് പുരുഷൻ വൃഷ്ണി വംശത്തിലും ആഗതനാകും. വിരാട് പുരുഷൻ പക്ഷേ നിന്നെ വധിക്കുകയും ചെയ്യും. ബ്രഹ്മാവ് മറഞ്ഞു. കാലനേമി ഉഗ്രാസുരനായി ലോകം ജയിച്ചു. അവനാണ് നീ. നിന്റെ പൂർവ്വകഥ ഇതാണ്. കംസ, നിനക്ക് ജയിക്കണമെങ്കിൽ കരുത്ത് വർദ്ധിപ്പിക്കണം. ശക്തമായ സേന വേണം. നിന്നെ വധിക്കുന്ന കാര്യത്തിൽ ബ്രഹ്മാവ് പക്ഷേ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഉത്സാഹിച്ചാൽ വിരാട് പുരുഷനെ നിനക്ക് ജയിക്കാം. പിന്നെ നിന്നെ വെല്ലുവാൻ ആരുണ്ട്? എങ്കിലും എനിക്കൊരു സംശയം ബാക്കി നിൽക്കുന്നു. നാരദൻ്റെ വാക്കുകളിൽ കംസൻ ദത്തശ്രദ്ധനായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. യാദവർ തനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ അവരുടെ രക്ഷയ്ക്കുള്ള ഒരു ഉദ്ധാരകനെ പ്രതീക്ഷിക്കുന്നു. ആ രക്ഷകന് വേണ്ടി അവർ തപസ്സിരിക്കുന്നു. എന്നാലും നാരദന് വന്ന സംശയം എന്താണ്? കംസൻ ചോദിച്ചു. മഹർഷേ, അങ്ങേക്ക് എന്തോ സന്ദേഹം പോലെ വിശദമാക്കിയാലും. അങ്ങൻ്റെ ശ്രേയസ്സിൽ അഭിമാനിക്കുന്നവനാണല്ലോ. നാരദൻ പറഞ്ഞു, ഞാൻ അശരീരിയെക്കുറിച്ചാണ് ചിന്തിച്ചത്. ദേവകിയുടെ 8ാമത്തെ പുത്രനാണ് കൊല്ലുമെന്ന് പറഞ്ഞത് ശരി തന്നെ. മറ്റ് 7 ജ്യേഷ്ഠന്മാരുടെയും സഹായത്തോടെ ആവുകയില്ലേ അവൻ താങ്കളെ വധിക്കുവാൻ മുതിരുന്നത്? തീർച്ചയായും. അതുമല്ല, 7 പേരും ശക്തന്മാരായതിനു ശേഷം 8ാമത്തെ കുട്ടി ജനിച്ചാലും അവരുടെ സഹായമുണ്ടാകുമല്ലോ. അതുകൊണ്ട് ഏറെ നല്ലത് അവരോട് ദയ കാണിക്കാതിരിക്കുകയാണ്. പിന്നെ നിന്റെ ഇഷ്ടം പോലെ. കംസന്റെ ചിന്തയിൽ ഇടിയൊലിയായി ആ വാക്കുകൾ ചുഴിഞ്ഞിറങ്ങുകയായിരുന്നു. ശരിയല്ലേ മഹർഷി പറഞ്ഞത്? ജ്യേഷ്ഠന്മാരുടെ സഹായത്താൽ തന്നെയായിരിക്കും അവൻ പാഞ്ഞു വരുന്നത്. അങ്ങനെയെങ്കിൽ ആ ജ്യേഷ്ഠന്മാർ ജീവിക്കുവാൻ പാടില്ല. അവരെ വധിക്കണം. വിനയെല്ലാം മുളയിലേ നുള്ളുന്നതാണ് ബുദ്ധി. ഇത്തരം ചിന്തകളോടെ കംസൻ അലറി. ആരെവിടെ? ക്ഷണം ഒരാൾ വരാൻ പറയൂ. ഒരു ഭൃത്യൻ ഹാജരായി. നീ വ്രജഭൂമിയിലേക്ക് പോകണം. വസുദേവരോട് കുട്ടിയുമായി വരുവാൻ നാം ആജ്ഞാപിച്ചതായി പറയണം. ശിരസ് നമിച്ച് ഭൃത്യൻ പിൻവാങ്ങി. അപ്പോഴേക്കും നാരദൻ പോയിരുന്നു. ചിന്താക്ലാന്തത മൂലം കംസൻ ആ കാര്യം ഓർത്തതുപോലുമില്ല.